ഇന്ത്യൻ ജ്യോതിഷം ബാബുലോൺ വഴി ചെന്നിട്ട് അവരെ സ്വാധീനിച്ചു. ഇനി പ്രവാചകന്മാരെന്ന് പറയുന്ന വേദോത്സവത്തിലെ സങ്കല്പമാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക്, യഹൂദന്മാർക്ക് വേദോത്സവത്തിലാണ്ട് 18 പ്രവാചകന്മാരുണ്ട്. ക്രിസ്തുമതം 19 യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തുവിനെ പക്ഷേ ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ എന്നല്ല വിളിച്ചത്, ദൈവപുത്രൻ എന്ന് വിളിച്ചു. പക്ഷേ 19ാമത്തെ പ്രവാചകനായിട്ട്. മുസ്ലിങ്ങൾക്ക് 20ാമത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പോൾ 18 കോമൺ ആണ്. ക്രിസ്ത്യാനിക്ക് ഒരെണ്ണം കൂടെ കൂടി മുസ്ലിം എത്തിയപ്പം 20 അപ്പോൾ ഈ കോമണായ പ്രവാചകന്മാരുടെ ഫിലോസഫി അങ്ങോട്ട് എടുക്കുമ്പോൾ ഈ ഫിലോസഫിയെ വലിയ രീതിയിൽ നമ്മൾ സ്വാധീനിക്കുകയാണ്. അപ്പം വേദോത്സവ പ്രവാചകൻ എന്ന് വിളിക്കുന്നത് നമ്മൾ മലയാളത്തിൽ കണിയാനെന്ന് വിളിക്കും. ഭാവിയെ പ്രവചിക്കുന്നവൻ കണിയാൻ. അവിടെ പേര് മാറ്റി പ്രവാചകൻ എന്ന് വിളിക്കും. പക്ഷേ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്നും അത് സിഗ്നൽസ് ഉപയോഗിച്ച്, സിമ്പിൾസ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാമെന്നും വളരെ ശ്രദ്ധയായിട്ട് വേദോത്സവം പഠിപ്പിക്കുകയാണ്. അപ്പം ഞാനൊരിക്കൽ ഈ ആത്മാവ് വന്നിട്ടൊരു കേസ് തെളിയിച്ച സംഭവം പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് ഒരാളിനെ, ഒരു കച്ചവടക്കാരനെ കുത്തിക്കൊന്നു രാത്രിയിൽ. 4-5 ദിവസം പഠിച്ചുകൊണ്ട് കൊണ്ട് നോക്കിയിട്ട് യാതൊരു തുമ്പുമില്ല കേസിൽ. അപ്പോൾ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനാണ്, ചേർത്തലക്കാരനാണ് എൻ്റെ ഡിവൈഎസ്പിനോട്, സാറേ വേറെ ഒരു രക്ഷയില്ല, ചത്തവൻ ആത്മാവിനെ വിളിച്ചു വരുത്തിയേ പറ്റൂ. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് പറ്റുന്നത്? അതിനെനിക്ക് എൻ്റെ കയ്യിൽ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ടക്കയത്തുള്ള 3 മുസ്ലിം പണ്ഡിതന്മാർ, ഇതിന് കഴിവുള്ളവരാണ്, അവരെ കണ്ണൂർ കൊണ്ടുവന്നു. അവർ ഈ ആളിൻ്റെ മകൻ ഉണ്ടായിരുന്നു, ആ മകനെ കൊണ്ടുവന്ന് ഈ മരിച്ച ആളിൻ്റെ കല്ലറയ്ക്ക് വിറ്റ് 3 എണ്ണം നടത്തിച്ച് കൊണ്ടുവന്നൊരു പായിൽ കിടത്തി, അത് കഴിഞ്ഞൊരു വെറ്റില എടുത്തിട്ട് ചുണ്ണാമ്പ് പുരട്ടി കഴിഞ്ഞ് ഈ വെറ്റില എങ്ങനെ മുടങ്ങുമോ അതുപോലെ ഈ കുട്ടിയുടെ ശരീരം വടി പൊങ്ങുന്നവരെ താഴെയൊക്കെ ചെയ്യും. അങ്ങനെ ആത്മാവിനെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പം ആത്മാവ് പറഞ്ഞു, ഞാൻ ഈ കട അടച്ച് വരാൻ എൻ്റെ 9,500 രൂപ ഉണ്ടായിരുന്നു, 2 പേര് കൂടി എന്നെ പിടിച്ചു, അങ്ങനെ പൈസ പിടിച്ചു വയ്ക്കാൻ നോക്കി, ഞാൻ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരാളെന്നെ കുത്തി, അത് 2 പേരിൽ ഒരാളെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ശബ്ദം മാറി. 15 വയസ്സുള്ള കുട്ടിയുടെ ശബ്ദമല്ല, പ്രായപൂർത്തി ആളുടെ ശബ്ദമാണ്. അപ്പോൾ ഈ ആളിൻ്റെ ഭാര്യ ഓടി വന്നു, അയ്യോ ഇതെൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം എന്നാണ്. കാര്യം ഈ മരിച്ചാളിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഭാര്യയല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഈ ആത്മാവ് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ, പാതാളത്തിൽ നിന്ന് വരുന്ന വലിയ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു. ഇത്തരം ഘട്ടം ഭാര്യ പറഞ്ഞു, കേസ് തെളിഞ്ഞില്ലല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ നിങ്ങൾ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആത്മാവിനെ തിരിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ ആത്മാവ് തിരിച്ചു വിട്ടു. അപ്പോൾ കുട്ടി നോർമലി കുട്ടി എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ശബ്ദം തിരിച്ചു വന്നു. അപ്പോൾ രാത്രി തന്നെ പേര് പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അവനെ പിടിച്ച് ചോദിച്ചതും 2ാമത്തെ പേര് പറഞ്ഞു. ഞങ്ങൾ കേസ് പോയി. പക്ഷേ ഇതൊന്നും കോടതി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ശാസ്ത്രീയമായി തെളിവ് വെച്ചിട്ട് കേസ് കോടതി കൊടുത്തു. ഇത് ഗ്രഹപ്പഴയ്ക്കൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ഭയങ്കര പ്രശ്നം, ആത്മാവ് തിരിച്ചു വന്നു, നിങ്ങൾ ഹിന്ദുക്കളുടെ അന്ധവിശ്വാസം അലസാണ്ടേക്കുന്ന ക്രിസ്ത്യാനി എങ്ങനെ പറയും എന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളീ പറയുന്ന ആൾ, നിങ്ങൾ വേദോസം ശരിക്കും വായിച്ചു നോക്കുക. ഏലിയ പ്രവാചകൻ മരിച്ച 3 പേരെ പുനർജീവിപ്പിച്ചു. പോയ ആത്മാവിനെ തിരിച്ചുവിളി ശരീരത്തിൽ കയറ്റി. യേശു ക്രിസ്തു വിധവസ്ത്രീയുടെ മകനെ പുനർജന്മം കൊടുത്തു. ജയരസിൻ്റെ മകൾ മരിച്ചുപോയ പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. ലാസർ മരിച്ച 3-ാം ദിവസം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തിരിച്ചുവിളി ശരീരത്തിൽ കയറ്റി ലാസർ ഉയർത്തെഴുന്നേറ്റെന്നല്ലേ നിങ്ങൾ വായിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചു, വലുതുഭാഗത്തെ കള്ളൻ്റെ കൂടെ പാതാളത്തിൽ പോയി, വേദോസത്തിൽ പറഞ്ഞതിൻ്റെ പാതാളത്തിൽ പോയിരുന്നു. 3-ാം ദിവസം ആത്മാവ് തിരിച്ചു വന്ന് ശരീരത്തിൽ കയറി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. ഇതല്ലേ വേദവസ്തം എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഉത്തരവില്ല. മനസ്സിലാകുന്നുണ്ടോ? മുസ്ലിങ്ങൾ തന്നെ എതിർത്തു. ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ പറ്റുമോ? ഒരാൾ ജനിച്ച് വീഴുമ്പോൾ മുസ്ലിം വിശ്വാസപ്രകാരം ഒരു മലക്കമുണ്ട്, ഒരു ജിന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനോട് മലക്കങ്ങ് പോകും, ജിന്നിനെ മാത്രമേ വിളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് ഈ മുസ്ലിം ഫിലോസഫി അത്ര പിടിയില്ലായിരുന്നു. അപ്പോൾ ജിന്നാണോ? അപ്പോൾ ജിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജിന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. സംഗതി എന്തായാലും കൊള്ളാം. ഈ ആത്മാവിനെ വിളിക്കുക, തിരിച്ചു വിളിക്കുക എന്ന് പറയുന്ന ഹിന്ദു ഫിലോസഫി യഹൂദ മതത്തെ സ്വാധീനിച്ചു, അത് ക്രിസ്തു മതത്തെ സ്വാധീനിച്ചു, അത് ഇസ്ലാം മതത്തെ സ്വാധീനിച്ചു. ആത്മാവിനെ തിരിച്ചു വിളിക്കുന്ന സംഭവം. അപ്പോൾ ഈ അന്ന് ആ ആത്മാവിനെ തിരിച്ചു വിളിച്ച കൂട്ടത്തിൽ ഒരാളെ ഇപ്പോൾ ജീവിച്ചിട്ടുള്ളൂ. അത് മുണ്ടക്കയത്തെ അൻബാർ ഉസ്താദാണ്. അപ്പോൾ ഞാൻ ഈ ടെലിവിഷനിൽ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അൻബാർ ഉസ്താദിനെ വിളിച്ചു. പൊന്നു സാറേ, സാറ് കയറി പ്രസംഗിച്ച് എന്നെ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം കൂടെ ചീത്ത വിളിക്കാൻ ബാക്കിയില്ല, ഇനി മേലാൽ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കിപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റാതായിപ്പോയെന്ന് പറഞ്ഞു അൻബാർ ഉസ്താദ്. ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇത് എൻ്റെ സൈഡ് എഫക്റ്റാണ്. അപ്പോൾ ആത്മാവെന്ന സംഭവം തിരിച്ചു വിളിക്കാൻ പറ്റുന്നതാണെന്നും പുനർജന്മം ഉണ്ടെന്നും വളരെ കൃത്യമായി ഹിന്ദുമതം പറഞ്ഞതിനെ
യഹൂദന്മാർ അക്സെപ്റ്റ് ചെയ്തു, ക്രിസ്ത്യാനികൾ അക്സെപ്റ്റ് ചെയ്തു, ഇസ്ലാം അക്സെപ്റ്റ് ചെയ്തു. ഇത് ഹിന്ദു മതത്തിലൊരു സ്വാധീനമാണ്, മറ്റ് മതങ്ങളെ സ്വാധീനിക്കുന്ന വലിയൊരു സ്വാധീന മേഖലയാണ്. അതുപോലെ ഹിന്ദുമതം പറഞ്ഞ ഈ പ്രവചനം എന്ന് പറയുന്ന പോലെ തന്നെ ഹിന്ദുമതം പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതിലൊന്നാണ് ധ്യാനം. അപ്പോൾ മനുഷ്യൻ ധ്യാനിച്ച് കഴിയുമ്പോൾ ഹിന്ദുമതത്തിനകത്ത് വെട്ടിപ്രായക്കഥകൾ സുഷുമ്നയുടെ 7 തട്ടങ്ങളായിട്ട് പ്രത്യേകമായ കഴിവുകൾ വരികയാണ്. അപ്പോൾ ഈ ധ്യാനം അല്ലെങ്കിൽ യാഗം യജ്ഞത്തിലൂടെ ചെയ്യുന്ന വലിയ സംഭവം ഈ ഹിന്ദുമതത്തിൻ്റെ തത്വത്തെ ക്രിസ്തുമതം സ്വീകരിച്ചു. യേശുക്രിസ്തു ഇതുപോലെ തന്നെ ധ്യാനത്തിൽ പോയിരുന്നു, 40 ദിവസം പോയി ധ്യാനിച്ചു. സഹ്യോൻ മാളികയിലിരുന്ന് ധ്യാനിക്കുന്ന പറയുന്നുണ്ട്, ഗദ്സമൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പറയുന്നുണ്ട്. ജനക്കൂട്ടം കൂടുതലായി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മലമുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി ഈ ഏകാന്തത ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇപ്പം ജനമധ്യത്തിൽ ഇത് ചെയ്യാനാണെങ്കിൽ പിന്നെ സിയോൻ കുന്നിൻ്റെ മുകളിൽ പോകേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കൾ ചെയ്യുന്ന ധ്യാനത്തിൻ്റെ ഏതാണ്ട് അതേ മോഡൽ യേശുക്രിസ്തു പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് പറ്റി? ഹിന്ദുമതത്തിലുള്ള സന്യാസി വര്യന്മാരുടെ ഒരു വ്രതം ക്രിസ്തുമതത്തെ സാധിച്ചു. അങ്ങനെ ക്രിസ്തുമതത്തിൽ സന്യാസിമാരുടെ ഒരു സംഘം ഉണ്ടായി, സന്യാസിനിമാരുടെ ഒരു സംഘം ഉണ്ടായി. അങ്ങനെ മെൻഡിക്കൻ്റ് പ്രീസ്റ്റ് എന്ന സമ്പ്രദായം അത് ഇവിടുന്ന് പോയതാണ്. ഇനി ഹിന്ദുമതത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില സംഭവങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു. അതിലൊന്നാണ് പുരോഹിതന്മാർ താമസിക്കുന്ന സ്ഥലം ആശ്രമം എന്ന് വിളിച്ചു. ഇത് ഹിന്ദുമത സന്യാസിമാർ കശ്യപമുനിയും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലത്തെ വിളിച്ച പേരാണ് ആശ്രമം, പർണാശ്രമം എന്ന് പറയുന്നത്. ഈ ആശ്രമ സങ്കല്പത്തെ ക്രിസ്തുമതം സ്വീകരിച്ചു. അവരും സന്യാസിമാർ താമസിച്ച സ്ഥലത്തിന് ആശ്രമം എന്ന് വിളിച്ചു. കന്യാസ്ത്രീകൾ താമസിച്ച സ്ഥലത്തിന് മഠം എന്ന് പേരിട്ടു. ഈ മഠം എന്ന് പറയുന്നത് ബ്രാഹ്മണർ താമസിച്ചിരുന്ന വീടുകളെയും ഒക്കെയാണ് മഠം എന്ന് വിളിച്ചിരുന്നത്. ഈ ബ്രാഹ്മണരുടെ മഠം സങ്കല്പം ക്രിസ്തുമതം സ്വീകരിച്ചു. അവർ സന്യാസിനിമാർ താമസിക്കുന്ന സിസ്റ്റേഴ്സ് താമസിച്ച സ്ഥലത്തെ മഠം എന്ന് വിളിച്ചു. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അക്കൂട്ടത്തിൽ ഭൂരിപക്ഷം ക്രിസ്തുമത സന്യാസിമാർ സ്വീകരിച്ചൊരു വേഷമാണ്. ഇപ്പോൾ കേരളത്തിൽ OIC അച്ഛന്മാർ അവർ സ്വീകരിച്ചത് കാഷായ വസ്ത്രമാണ്. ഹിന്ദുമതത്തിൻ്റെ കാഷായ നിറം ക്രിസ്തുമതത്തെ സ്വാധീനിച്ചു. അവരുടെ സന്യാസി ഓർഡറിന് കാഷായ വസ്ത്രം കൊണ്ടുവന്നു. പിന്നാലെ ഞാനൊരു മീറ്റിംഗ് ചെന്നപ്പോഴത്തേനും പ്രസംഗിച്ച് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഈ കാഷായ വസ്ത്രക്കാരുടെ വലിയ സപ്പോർട്ടറാണല്ലോ എന്ന്. അതായത് ഈ ഹിന്ദുമത സപ്പോർട്ടറാണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞോ, ഞാൻ ചെറുപ്പത്തിലെ OIC അച്ഛന്മാരവിടെ താമസിക്കുകയും അവിടെ കുർബാനയിൽ പങ്കെടുത്താണ്. അച്ഛന്മാരെല്ലാം കാഷായ വസ്ത്രധാരികളാണ്. ആ കാഷായ വസ്ത്രം ഹിന്ദുക്കളുടെ ഒന്നുമല്ല, ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനികൾ സ്വീകരിച്ചൊരു വേഷമാണ് ഈ കാഷായ വസ്ത്രം. അപ്പോൾ ആ കാഷായ വസ്ത്രം ഹിന്ദുമതത്തിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. ആശ്രമം ഹിന്ദുമതത്തിൽ അങ്ങോട്ട് പോയാണ്, മഠം ഹിന്ദുമതത്തിൽ അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. ഇങ്ങനെ വളരെ സിദ്ധാർഹമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായി. അപ്പം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചെയ്യുന്ന ശിഷ്യന്മാരിങ്ങനെ തറയിലിരുന്ന് പഠിക്കും. അങ്ങനെയാണ് ഹിന്ദുമതത്തിൽ ഉപാനിഷത്ത് എന്ന സിറ്റിംഗ് നിയർ ദ ടീച്ചർ. ഗുരുവിൻ്റെ അടുത്തിരുന്ന് ശിഷ്യൻ താഴെയിരിക്കും, ഗുരു ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുക. ഇത് യഹൂദമതം സ്വീകരിച്ചു. അങ്ങനെ ഗമാലിയേൽ എന്ന് പറയുന്ന വലിയൊരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനായ മറ്റൊരു ഗുരു ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഡിസൈൻ ചെയ്ത ആൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. ഈ ഗമാലിയലിൻ്റെ ശിഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഗമാലിൻ്റെ ശിഷ്യനായിരുന്നു യഹൂദന്മാരുടെ മുഖ്യ പുരോഹിതനായിരുന്ന കയ്യാഫാസ്. അപ്പോൾ കയ്യാഫാസ് പൗലോസിനെ വിളിച്ച് വിസ്തരിക്കുകയാണ്. വിസ്താരം വെച്ച് കട്ടിയായപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഗമാലിയലിൻ്റെ പാദത്തിലിരുന്ന് പഠിച്ചാൽ നീ ഓർത്തണമെന്ന് പറഞ്ഞു. അതായത് നീ ഞാൻ ഒരുമിച്ച് ഒരേ ഗുരുവിൻ്റെ കാൽപാദത്തിലിരുന്ന് പഠിച്ചാൽ നീ മറന്നു പോലെന്ന് പറഞ്ഞു. കയ്യപ്പാസന് അപ്പോഴേ മനസ്സിലായി, സഹപാഠിയല്ലേ, അത് ഉപദ്രവിക്കരുത്, മനസ്സിലാകുന്നു. അപ്പോൾ ഈ ഉപാനിഷത്ത് എന്ന സങ്കല്പം, സിറ്റിംഗ് നിയർ ദ ടീച്ചർ, യഹൂദമതത്തെ സ്വാധീനിച്ചു. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസ ട്രീറ്റേഴ്സ് വന്നപ്പോൾ ഈ ഗുരുവിൻ്റെ കാൽപാദത്തിലിരുന്ന് പഠിക്കുന്നത് അവരുടെ ഒരു സിസ്റ്റമായിട്ട് മാറി. വളരെ ശ്രദ്ധേയമായിട്ടുള്ള സിസ്റ്റം. ഇനി ഹിന്ദുമതം ഉണ്ടാക്കിയ വലിയൊരു സിസ്റ്റമാണ് വർഷിപ്പ് വിത്ത് വാട്ടർ, വെള്ളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. അപ്പം പുണ്യനദിയുണ്ട്, ഗംഗാനദിയിൽ ചെന്നിട്ട് വെള്ളമെടുത്ത് കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ പുണ്യനദിയാണ്. അപ്പോൾ നമ്മൾ ശബരിമല സീസൺ പറയും, പമ്പ നമ്മുടെ പുണ്യനദി, തെന്മല നമ്മുടെ പുണ്യമല. അതായത് മലയുടെ മുകളിൽ സന്യാസിമാരിരിക്കുന്നു, നദികൾ പുണ്യമാണെന്നുള്ളതാണ്.
അപ്പോൾ ഈ പുണ്യനദിയിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഈ സന്യാസിമാരെ പ്രാർത്ഥിച്ചിട്ട് ഒരാളുടെ തലയിലൊഴിച്ച് ആളിനെ ബ്ലസ് ചെയ്യും. ഞാൻ ഗംഗാനദി പോയി, അങ്ങനെ ത്രിവേണി സംഗമത്തിൽ പോയിട്ട് ഈ നദിയിലോട്ട് കൈയിട്ടപ്പോൾ ഞാൻ കോരിത്തെരിച്ചു പോയി. ഞാൻ വേദവ്യാസൻ കുളിച്ച, മഹാന്മാർ ഋഷിവര്യന്മാർ കുളിച്ച ഒരു നദിയിലാണല്ലോ ഞാൻ ഇറങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഈ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഈ രോമം ഇങ്ങനെ എഴുന്നേറ്റത് അത് ഈ വികാരം കൊണ്ടാണ്. അപ്പോൾ വികാരം കൊണ്ട് രോമം എഴുന്നേൽക്കുന്നതൊക്കെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത് റിയലി അനുഭവിച്ച് ത്രിവേണി സംഗമത്തിൽ ചെന്നപ്പോഴാണ്. അപ്പോൾ ഈ നദി പുണ്യമാണ്, അതിലെ വെള്ളം ഉപയോഗിച്ച് മനുഷ്യനെ വിശദീകരിക്കാൻ പറ്റുന്ന വലിയ ഹിന്ദുമത തത്വം അത് ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെ യോഹന്നാൻ സ്ലീഹ യോർദാൻ നദിയിലെ വെള്ളം എടുത്ത് യേശുക്രിസ്തുവിൻ്റെ തലയിൽ ഒഴിച്ച് യേശുക്രിസ്തുവിനെ ഇത് ചെയ്യുകയാണ്. അത് ക്രിസ്തുമതം സ്വീകരിച്ചു. ഇപ്പോൾ ക്രിസ്തുമതം ഒരാളിനെ അംഗമാക്കി എടുക്കണമെങ്കിൽ മാമോദിസ മുക്കും, തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് മാമോദിസ മുക്കും. ബന്ധുക്രിസ്തുകാരൊക്കെ വെള്ളത്തിലിറങ്ങി യേശുക്രിസ്തുവിനെ മുക്കിയ പോലെ നദിയിലിറങ്ങി മുങ്ങിക്കുളിച്ചിട്ട് ജ്ഞാനസ്നാനമാണ്. അപ്പോൾ ഈ ജ്ഞാനസ്നാനം വരുന്നത് ഹിന്ദുമതത്തിൽ നിന്നുള്ള ഒരു കോപ്പിയാണ്. ഹിന്ദുക്കൾ മറ്റൊരു രീതിയിൽ പൂജ ചെയ്യാൻ പഠിച്ചു. അത് കാർഷിക വിഭവങ്ങളും പുഷ്പങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പൂജയാണ്. വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അവർ ദൈവത്തിന് കായികനികൾ കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പൂക്കൾ കൊണ്ടുവരും. പൂക്കൾ കൊണ്ട് ഹാരം ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ കഴുത്തിലോട്ടിടും. കല്യാണം കഴിക്കുമ്പോൾ രണ്ടുപേരും ഹാരം ഉണ്ടാക്കി വരൻ വധുവിൻ്റെ കഴുത്തിലിടും, വധു വരൻ്റെ കഴുത്തിലിടും. എന്നിട്ട് ദേവനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പം ഇതളുകൾ വാരി വിതറും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആറാട്ടായിരുന്നു. പത്മനാഭസ്വാമിയുടെ ചെറിയ വിഗ്രഹം നേരെ എയർപോർട്ടിൽ അന്ന് ഒരു ദിവസത്തേക്ക് വിമാനം ഇറങ്ങത്തില്ല എയർപോർട്ടിൽ. എന്നിട്ട് നേരെ ഇവിടെ സംഗമത്ത് പോയി കുളിപ്പിച്ചിട്ട് തിരിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒറിജിനൽ വിഗ്രഹം കൊണ്ടുപോകാനൊക്കത്തില്ല. അത് കൃഷ്ണശിലയിൽ ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അനന്തശയനത്തിലെ വിഗ്രഹത്തിൽ വെള്ളം ഒഴിച്ചത് കേട്ടിപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെള്ളം ഒഴിക്കാത്തത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ വിഗ്രഹമുണ്ട്, അതാണ് സംഗമത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ വെള്ളത്തിൽ ശുദ്ധിയാക്കി തിരിച്ചുകൊണ്ട് അതങ്ങനെ എഴുന്നള്ളിക്കുമ്പം ആളുകൾ ഈ പൂക്കൾ ഇതളുകൾ കൊണ്ടുവന്നിട്ട് വാരി വെതർ മനസ്സിലാകുന്നു. അപ്പോൾ ഹിന്ദുക്കൾ ഉപയോഗിച്ച് ഈ പൂജ എന്ന വാക്ക്, പൂവ് ജപം, ഇതിൻ്റെ രണ്ട് ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് പൂജ എന്നൊരു വാക്കുണ്ടായത്. പൂവ് ജപം, ഫസ്റ്റ് വേർഡ്സ് അക്ഷരം ചേർക്കുമ്പോൾ പൂജ എന്നാവും. ആ പൂജ ചെയ്യുന്നത് ഹിന്ദുമതത്തിൻ്റെ ആചാരമാണ്. ഈ ആചാരം യഹൂദന്മാരെ സ്വീകരിച്ച് ആദ്യം, പിന്നെ ക്രിസ്തുവിനെ സ്വീകരിച്ച്. അങ്ങനെ ആദ്യ ഫല ശുശ്രൂഷയുണ്ട്. ആദ്യം ഉണ്ടാകുന്ന ഫലം ഈശ്വരൻ്റെയാണ്. അത് പള്ളി കൊണ്ടുപോയി അത് ലേലം ചെയ്യും. പിന്നെ പൂക്കൾ കൊണ്ടുവന്നിട്ട് ഭഗവാൻ എഴുന്നള്ളിക്കുമ്പം അത് അതിനകത്ത് പൂക്കൾ വാരി വെതർ. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളെല്ലാം അതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.